എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആദ്യം നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ നിറവിൽ ആദരവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇത്ര ഈ ഒരു മനോഹരമായ സന്ധ്യയിൽ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്ന് അതിനെടുത്ത ഒരു എഫേർട്ട്, ഒരു പ്രയത്നം, മനസ്സ്, അതിന് കാണിച്ച താല്പര്യം, അതിനെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യമാണ് ഈ നിമിഷങ്ങളെ ചരിത്രത്തിൽ സവിശേഷമായി രേഖപ്പെടുത്തുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല സന്ധ്യ, അതുപോലെ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ട കെട്ടിടം മാത്രമല്ല, അതിനകത്ത് ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സിന്റെ, ഇപ്പൊ ഒരു ഡോക്ടറിനെ നമുക്ക് 2 ഡോക്ടേഴ്സ് കൂടി, ഒരാൾ പഞ്ചായത്തും പിന്നെ ഒരാൾ കൂടി, ഇനി സർക്കാർ വെക്കേണ്ടത് ഒരു ഡോക്ടറെ കൂടിയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടറെ കൂടി ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വീകരിക്കുന്നതെന്ന് പറയട്ടെ. ഇതാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. നമ്മുടെ കൺമുന്നിൽ നമുക്ക് അനുഭവവേദ്യമാകുന്ന മാറ്റം. നല്ല സൗകര്യം. ഇത് ഒരു ഗ്രാമമാണ്. നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ആരോഗ്യ കേന്ദ്രം മികച്ച അടിസ്ഥാന സൗകര്യം. ഇതുപോലെ 885 ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ട്. 2016 സർക്കാർ ഒരു മിഷൻ ആരംഭിച്ചു. ആ മിഷന്റെ പേര് ആരോഗ്യ മേഖലയിൽ ആർദ്രം എന്നാണ്. ആർദ്രത്തിന്റെ വാക്കിന്റെ അർത്ഥം പോലെ തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രായമുള്ള അച്ഛന്മാർ, അമ്മമാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ തന്നെ ഇവിടേക്കൊന്ന് നടന്നു വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ കസേരകൾ വേണം, നമുക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം. നമ്മൾ നടന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. സാരമില്ല കേട്ടോ, എനിക്ക് ഇപ്പൊ ഡോക്ടറെ കാണാം, ഡോക്ടർ ഒരാളെ കാണുകയാണ് എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേൾക്കുക. അപ്പൊ ഒരു ആശ്വാസത്തിന്റെ ഇടമായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അതോടൊപ്പം നല്ല സൗകര്യങ്ങൾ ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ നോക്കൂ, ഇപ്പോ നമുക്കിവിടെ ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇവിടെ ഡോക്ടർ എഴുതും, എന്നെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് എഴുതുമ്പോ നമുക്കിവിടെ ഒരു ലാബുണ്ട്. ഈ ലാബിൽ നമുക്ക് പരിശോധനകൾ നടത്താം. ഈ ലാബ് ഇപ്പോ അവിടെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ടെസ്റ്റുകളും നമുക്കൊരു ആരോഗ്യ കേന്ദ്രത്തിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ഓട്ടോ പിടിച്ചോ അല്ലെങ്കിൽ വണ്ടി ബസ് കയറിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലോ ഉയർന്ന ലാബിലേക്ക് പോയി അവിടെ പരിശോധിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പണം ചെലവാകും, കൂടുതൽ ചെലവാകും. ഇപ്പോൾ നമ്മളൊരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ലാബുകളെയും ഒരു നെറ്റ്വർക്കായിട്ട്, ഒരു ശൃംഖലയായിട്ട് ബന്ധിപ്പിച്ചു. അതിന്റെ ഗുണം എന്താണെന്ന് അറിയാമോ? നമുക്കാണ്, ജനങ്ങൾക്കാണ്, ആളുകൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുക. നമ്മളിവിടെ വന്ന് സാമ്പിൾ എടുത്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ നിന്ന് ആ സാമ്പിൾ ഇവിടെ പരിശോധിക്കാൻ കഴിയാത്തത് ഉയർന്ന ലാബിലേക്ക് പോയി അവിടെ പരിശോധിച്ച് ആ ഫലം ഇവിടെ ആരോഗ്യ കേന്ദ്രത്തിൽ വരും. നമ്മുടെ ഫോണിൽ ആ സൗകര്യമുണ്ടെങ്കിൽ ഫോണിൽ നമുക്ക് റിസൾട്ട് കിട്ടും. നിർണയ എന്ന ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 1200 ലാബുകൾ ഇതുപോലെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രയോജനം നമുക്കുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് ദൂരെ പോയി പരിശോധിക്കേണ്ടത് വരില്ല. യാത്രാക്ലേശം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതെല്ലാം ഒഴിവാക്കി നമുക്കിവിടെ സൗജന്യമായി ചെയ്യാൻ, അതിൽ പെടുന്നവർക്ക് അത് ചെയ്യാം. അതെല്ലാം APL വിഭാഗത്തിന് മിതമായ നിലയിൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, ഈ ഒരു മാറ്റമാണ് ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ സാധ്യമാക്കിയിട്ടുള്ളത്. നമ്മൾ പാലക്കാടിന്റെ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ, ഇന്നിപ്പം ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് മുൻപ് എറണാകുളത്തായിരുന്നു. നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ആലത്തൂര് അവിടെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയാണ്. 15 കോടി രൂപ ചെലവഴിച്ച് നല്ല ഒന്നാം തരം സംവിധാനങ്ങൾ, നല്ല ആശുപത്രി, നല്ല സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2022 അവിടെ നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു. ആലത്തൂർ മാത്രമല്ല,
നമ്മുടെ ജില്ലാ ആശുപത്രി പാലക്കാട് അവിടെ നിർമ്മാണം പൂർത്തിയാവുകയാണ്. 127 കോടി രൂപയാണ്. അപ്പോ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ, പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ. എന്താണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. താലൂക്ക് തലത്തിലേക്കാകുമ്പോൾ അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിക്കും. ജില്ലാ തലത്തിലേക്ക് വരുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ആരംഭിക്കും. ഉദാഹരണം, പാലക്കാട് നമ്മൾ കാർഡിയോളജി വിഭാഗം തുടങ്ങി, ഹൃദ്രോഗ ചികിത്സ. നേരത്തെ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഹൃദ്രോഗ ചികിത്സ. പക്ഷെ ഇന്ന് നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ തുടങ്ങി. ഹൃദ്രോഗ ചികിത്സ, ന്യൂറോളജി ചികിത്സ, പക്ഷാഘാതം ഉണ്ടായാൽ നമുക്ക് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാനായിട്ട് കഴിയും. മറ്റൊരു കാര്യം, രാജ്യത്ത് തന്നെ ആദ്യമായി ഇപ്പോ എറണാകുളം ജനറൽ ആശുപത്രി, എല്ലാ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും അങ്ങനെ ആകണം എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 9ാമത്തെ വൃക്കമാറ്റവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കാനായിട്ട് പോവുകയാണ്. 2 വർഷത്തിനുള്ളിൽ 9ാമത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ജില്ലാ ആശുപത്രിയിൽ നടക്കുകയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നേത്രപഠനത്തിന് ഉണ്ടാകുന്ന അന്ധത ഒരു കോവളം സ്വദേശിനിയായ 50 വയസ്സുള്ള ഒരാൾക്കാണ് ഈ കോർണിയ മാറ്റിവെച്ചത് ഒരു ജില്ലാ ആശുപത്രിയില്ല. നമ്മുടെ ലക്ഷ്യം ഇതാണ്. എന്താണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണം എന്നറിയാമോ? ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകരുത്. എനിക്ക് പണമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് 40-45 ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ആരംഭിച്ചത്. സൗജന്യമായി, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉള്ളവർക്ക് സൗജന്യമായി. ഓർത്തു നോക്കുക, 45-50 ലക്ഷം രൂപ ചെലവാകുമ്പോൾ അത് സൗജന്യമായി സർക്കാർ ആശുപത്രി. ഞാൻ പറയുന്നത് അത് ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. നമുക്ക് ഒരാൾക്കും അങ്ങനെ വരാതിരിക്കട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വന്നാൽ വിഷമിക്കേണ്ട. നമ്മുടെ സൗകര്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെയ്തത് എല്ലാം തന്നെ വിജയമാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും പൂർണ്ണമായ വിജയമാണ്. ഇപ്പോ കോഴിക്കോട് ഇതിന്റെ ഒരു ട്രാൻസ്പ്ലാന്റേഷന്റെ മാത്രമായിട്ടുള്ള ഒരു ആശുപത്രി തുടങ്ങുകയാണ്. അപ്പൊ സർക്കാർ അതിൽ ഇടപെടൽ നടത്തി. ലക്ഷങ്ങൾ ചെലവഴിക്കാൻ നമ്മുടെ 40 ലക്ഷം പോയിട്ട് 4000 രൂപ ഒരു ടെസ്റ്റിന് വേണ്ടി ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കാണില്ല. 400 രൂപ പെട്ടെന്ന് എടുക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. പാലക്കാട് ഞാൻ പറഞ്ഞപ്പോ പാലക്കാട് ജില്ലാ ആശുപത്രി 127 കോടി രൂപ ചിറ്റൂർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അവിടെ നല്ല നിലയിൽ താലൂക്ക് ആശുപത്രി, ഒറ്റപ്പാലത്തും അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ നമുക്ക് റെയിൽവേ ലൈനിന്റെ ഒരു പ്രശ്നമുണ്ട്. റെയിൽവേയുടെ അനുമതി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ഇത്ര ദൂരം വിട്ടു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ മാത്രം നമുക്ക് ആ ഒരു അനുമതി ലഭ്യമല്ലാത്തത് കൊണ്ട് അത് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. മണ്ണാർക്കാട് 12 കോടി രൂപയുടെ വളരെ വേഗം പൂർത്തിയാവുകയാണ്. നമ്മുടെ ജില്ലയിലാണ് അട്ടപ്പാടി ഉള്ളത്. അട്ടപ്പാടിയിൽ ഒരു കാലത്ത് ശിശുമരണം 40 ആയിരുന്നു. പക്ഷെ ഇന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ആശ്രമ, നമ്മുടെ അംഗനവാടി പ്രവർത്തകർ, നമ്മൾ പെൺട്രിക കൂട്ടാന്നൊരു കൂട്ടായ്മ, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. തിങ്കളാഴ്ച ആശ്രമാര് പോകും, ചൊവ്വാഴ്ച അംഗനവാടി പ്രവർത്തകർ പോകും, ബുധനാഴ്ച ST പ്രൊമോട്ടേഴ്സ് പോകും, വ്യാഴാഴ്ചകളിൽ കുടുംബശ്രീ അംഗങ്ങൾ പോകും, വെള്ളിയാഴ്ച സബ് കളക്ടർ പാലക്കാട് നിന്ന് അവിടെ എത്തി മീറ്റിംഗ് നടത്തും. പെൺട്രിക കൂട്ടാണ്. അവിടെ ജനകീയ ആരോഗ്യ കേന്ദ്രം തുടങ്ങി. നോക്കൂ, ഇവിടെയും നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രം ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ തുടങ്ങിയിട്ടുണ്ട്. പഴയ സബ് സെന്ററുകളാണ്, അടഞ്ഞു കിടക്കും, പ്രവർത്തിക്കില്ല. അവിടെ ആരോഗ്യ